പ്രിയപ്പെട്ട കുട്ടികളെ, മലമ്പുഴ ഗവൺമെൻറ് ITID ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് മൻസൂർ അലി, ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി ആംപ്ലിഫയേഴ്സുകളെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വീഡിയോയിലെ ഭാഗമാണ് ക്ലാസ് ബി ആംപ്ലിഫയർ. കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ക്ലാസ് ബി ആംപ്ലിഫയറും ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ എല്ലാം പഠിച്ചു. ഇന്നത്തെ വീഡിയോ ആണ് ക്ലാസ് സി ആംപ്ലിഫയർ. ക്ലാസ് സി ആംപ്ലിഫയറുകളിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പ്രധാന ചുരുക്കം എന്നാൽ, ഒന്നാമതായി ഡെഫിനിഷൻ ഓഫ് ക്ലാസ് സി ആംപ്ലിഫയർ, ഫീച്ചേഴ്സ് ഓഫ് ക്ലാസ് സി ആംപ്ലിഫയർ, ഔട്ട്പുട്ട് വേവ് ഷേപ്പ് ഓഫ് ക്ലാസ് സി ആംപ്ലിഫയർ, what is tuned amplifier, advantage and disadvantage of class C amplifier, application of class C amplifier. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് കാണുന്ന വീഡിയോയിൽ പഠിക്കാനുള്ളത്. എന്താണ് ക്ലാസ് സി ആംപ്ലിഫയർ നോക്കാം. ഒരു ക്ലാസ് സി ആംപ്ലിഫയറിൽ ഇൻപുട്ട് കറൻറ്റിൻ്റെ, അതായത് ഇൻപുട്ട് സൈക്കിളിൻ്റെ മുഴുവൻ ഭാഗവും ഔട്ട്പുട്ട് കറൻറ്റ് ഒഴുകുന്നില്ല. അതായത് ഒരു ഹാഫ് സൈക്കിളിൻ്റെ തന്നെ കുറച്ച് ഭാഗം മാത്രമേ ഔട്ട്പുട്ട് കവർ ഒഴുകുന്നുള്ളൂ. ദ കളക്ടർ കറൻറ്റ് ഫ്ലോസ് ഫോർ ലെസ് ദാൻ ദി ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ദി പവർ ആംപ്ലിഫയർ ഈസ് നോൺ ആസ് ക്ലാസ് സി പവർ ആംപ്ലിഫയർ. കളക്ടർ കറൻറ്റ് ഒഴുകുന്നത് ഒരു ഹാഫ് സൈക്കിളിൻ്റെ ഏകദേശം പകുതിയോളം മാത്രമാണ് ക്ലാസ് സി ആംപ്ലിഫയറിൽ ഒഴുകുന്നത്. അതായത് അതിന് കാരണമെന്ന് വെച്ചാൽ, ഒരു ക്ലാസ് സി ആംപ്ലിഫയറിൽ ബേസിലോട്ട് ഒരു ചെറിയ നെഗറ്റീവ് വോൾട്ട് കൊടുക്കുകയും തന്മൂലം കളക്ടർ കറൻറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടിയ ഉടനെ തന്നെ ഒഴുകാതിരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ആംപ്ലിഫയേഴ്സുകൾ സാധാരണയായി നമ്മൾ ഒരു ട്യൂൺഡ് ആംപ്ലിഫയേഴ്സുകളായാണ് ഉപയോഗിക്കുന്നത്. ഈ ആംപ്ലിഫയേഴ്സുകളെല്ലാം അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവായിരിക്കും. നാരോ ബാൻഡ് വിഡ്ത്തുള്ള ആംപ്ലിഫയേഴ്സ് ആയിരിക്കും. അത് നാരോ ബാൻഡ് വിഡ്ത്ത് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ആംപ്ലിഫയേഴ്സ് കൂടി ആയിരിക്കും. ചെറിയ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് വോൾട്ടേജ് ബേസിലോട്ട് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് മറികടന്ന് വരുമ്പോൾ അത് മാത്രം എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഒഴുകുന്നു. ആംപ്ലിഫയേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യൂ പോയിൻ്റ് ബിലോ ദി കട്ട് ഓഫ്, അതായത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കട്ട് ഓഫിനും താഴെ ആയിരിക്കും. ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഹൈ ഫ്രീക്വൻസിക്കാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുക. ചെറിയ ഓഡിയോ ഫ്രീക്വൻസിക്കൊന്നുമല്ല, ഉയർന്ന ഫ്രീക്വൻസിക്കായിരിക്കും ഓപ്പറേറ്റ് ചെയ്യപ്പെടുക. ഇതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയിൽ താഴെയായിരിക്കും. എഫിഷ്യൻസി അഥവാ കാര്യക്ഷമത, ഉയർന്ന കാര്യക്ഷമതയുള്ള ഒരു ആംപ്ലിഫയർ മോഡ് ഓഫ് ഓപ്പറേഷനാണ് ക്ലാസ് സി ആംപ്ലിഫയർ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണയായി ട്യൂൺഡ് ആംപ്ലിഫയേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. നാനോ ബാൻഡ് ഫ്രീക്വൻസിയിലും ട്യൂൺഡ് ആംപ്ലിഫയേഴ്സിലായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് ഇൻപുട്ടിൻ്റെ മുഴുവൻ സൈക്കിളും എല്ലാം ഔട്ട്പുട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡിസ്റ്റോർഷൻ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഹെവി ഡിസ്റ്റോർഷനാണ്. ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓഡിയോ ആംപ്ലിഫയർ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഓഡിയോ ആംപ്ലിഫയേഴ്സിലൊന്നും ഉപയോഗിക്കാറില്ല. ചിത്രത്തിൽ കാണുന്നത് ഒരു ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോയുമാണ്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ, ഈ കാണുന്നതാണ് നമ്മുടെ ഇൻപുട്ടിൻ്റെ വേവ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇൻപുട്ട് സിഗ്നൽ ഈ ഒരു സൈക്കിൾസ് മുഴുവനായിട്ട് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് വെറും ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു ഹാഫ് സൈക്കിളിൻ്റെ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞു
ഔട്ട്പുട്ട് കണ്ടക്ഷൻ ആംഗിൾ ബിലോ 120 ഡിഗ്രി എന്നും 120 താഴെ, അതായത് ഒരു ഭാഗം മാത്രമേ കിട്ടൂ, പോസിറ്റീവിലെ ഒരു ഭാഗം, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പൂർണ്ണമായിട്ടും പോകുന്നു, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ഒരു ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം മാത്രം, പോസിറ്റീവിൽ ഒരു ഭാഗം വിട്ടും നെഗറ്റീവിൽ പൂർണ്ണമായിട്ടും പോകുന്നതിന് തന്നെ ഡിസ്റ്റോർഷൻ, വളരെ കൂടുതൽ ഡിസ്റ്റോർഷൻ ഉള്ള വിധത്തിലുള്ള ആംപ്ലിഫയേഴ്സ് ആണ് ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇതാണ് ഔട്ട്പുട്ട് ഇൻപുട്ട് വേവ് ഷേപ്പ് കാണുന്നത്. ഇത്തരം ആംപ്ലിഫയേഴ്സുകൾ ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിക്ക് ഉപയോഗിക്കുന്നു, വളരെ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിക്ക് അല്ല, ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നു. അതിന് നാരോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക. നാരോ ബാൻഡ് ഫ്രീക്വൻസി, നാരോ ബാൻഡ് വിഡ്ത്ത് ആംപ്ലിഫയർ ആണ്. നാരോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും, ഇടുങ്ങിയ ബാൻഡ് ഓഫ് ഫ്രീക്വൻസികളായിരിക്കും ഉണ്ടാവുന്നത്. ഇത്തരം ആംപ്ലിഫയേഴ്സ് സാധാരണ ഉപയോഗിക്കുന്നത് ട്യൂൺഡ് ആംപ്ലിഫയേഴ്സിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ആംപ്ലിഫയേഴ്സുകളെല്ലാം തന്നെ ഒരു ഹൈ ഫ്രീക്വൻസി ആംപ്ലിഫയർ, ഉയർന്ന ഫ്രീക്വൻസിക്കുള്ള, സാധാരണ നമുക്ക് ഉപയോഗിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസിക്കെല്ലാം ഉപയോഗിക്കുന്ന ആംപ്ലിഫയേഴ്സുകളായിരിക്കും. അതായത് ഓഡിയോ ഫ്രീക്വൻസികളോ ഒന്നും പറ്റില്ല, മറ്റ് ഓപ്പറേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലാസ് സി ഓപ്പറേഷൻ അത് മിക്കവാറും ഉയർന്ന റേഡിയോ ഫ്രീക്വൻസിയിലായിരിക്കും എന്തെന്ന് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇറ്റ് ഈസ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ജനറലി സിംഗിൾ ആൻഡ് ട്യൂൺഡ് സർക്യൂട്ട്സ് പെർമിറ്റ് ദെയർ സെലക്ഷൻ. അതായത് റേഡിയോ ഫ്രീക്വൻസിയിലെല്ലാം നമ്മൾ ഇൻപുട്ടിൽ വരുന്നത് എല്ലാം തന്നെ എടുക്കില്ല, വേണ്ട മാത്രം തന്നെ സെലക്ട് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷനാണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്ലാസ് സി ആംപ്ലിഫിക്കേഷൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് റേഡിയോ ഫ്രീക്വൻസിയിലേക്ക് ഉപയോഗിക്കുക. കാരണം ട്യൂൺഡ് സർക്യൂട്ടിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ എല്ലാ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഉപയോഗിക്കാറില്ല, വേണ്ടത് മാത്രം സെലക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ക്ലാസ് സി ആംപ്ലിഫയർ ഉപയോഗിക്കപ്പെടുന്നത്. ട്യൂൺഡ് ആംപ്ലിഫയർ ആസ് യൂസ്ഡ് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്യൂൺഡ് ആംപ്ലിഫയേഴ്സ് ആണ് റേഡിയോയിലും ടെലിവിഷനിലെല്ലാം ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സർക്യൂട്ട് ഡയഗ്രാം ഒരു ട്യൂൺഡ് സർക്യൂട്ട് ആംപ്ലിഫയേഷൻ സർക്യൂട്ട് ഡയഗ്രാമാണ്. ചിത്രത്തിൽ കാണുന്നുണ്ട്. ഈ ചിത്രം ഫിഗർ ഒരു ട്യൂൺഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കലക്ടറിൽ ഒരു LC പാരലൽ സർക്യൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കലക്ടർ ലോഡിന് പകരമായി ഇൻസ്റ്റെഡ് ഓഫ് എ ലോഡ് റെസിസ്റ്റർ എ പാരലൽ ട്യൂൺ സർക്യൂട്ട് ഇൻ ദി കലക്ടറിൽ ലോഡിന് RC എന്ന ലോഡിന് പകരമായി, ലോഡ് റെസിസ്റ്ററിന് പകരമായി ഒരു LC പറഞ്ഞാൽ ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലായി ചേർന്ന LC പാരലൽ സർക്യൂട്ട്, ട്യൂൺഡ് സർക്യൂട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംപെഡൻസ് ഓഫ് ദ ട്യൂൺഡ് സർക്യൂട്ട് ഈസ് സ്ട്രോങ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി. ഇൻപുട്ട് ഫ്രീക്വൻസിയെ സ്ട്രോങ്ലി വളരെയധികം ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു തരത്തിലുള്ള സർക്യൂട്ടാണ്, ഇവിടുത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ക്ലാസ് സി ആംപ്ലിഫയർ. കാരണം ഇവിടെ ഒരു ട്യൂൺഡ് സർക്യൂട്ടാണ്, ഒരു LC പാരലൽ സർക്യൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതലായിട്ടും ഇംപെഡൻസ് ഡിപ്പെൻഡ് ചെയ്യപ്പെടും. ആ ഇംപെഡൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസി വരുന്നത് അനുസരിച്ചാണ്. അപ്പോൾ ഇംപെഡൻസ് ഓഫ് ദി ട്യൂൺഡ് സർക്യൂട്ട് സ്ട്രോങ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫ്രീക്വൻസി. ഇൻപുട്ട് ഫ്രീക്വൻസി അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ട്യൂൺ സർക്യൂട്ടിൻ്റെ ഇംപെഡൻസ് ഡിപ്പെൻഡ് ചെയ്തത്. അതെങ്ങനെ വെച്ചാൽ ഓഫേഴ്സ് വെരി ഹൈ ഇംപെഡൻസ് അറ്റ് റെസണൻറ്റ് ഫ്രീക്വൻസി. ഈ LMCയും ഇൻഡക്ടറും കപ്പാസിറ്ററും തമ്മിൽ ഉണ്ടാക്കപ്പെടുന്ന റെസണൻസിനെ അല്ലെങ്കിൽ റെസണൻറ്റ് ഫ്രീക്വൻസിക്ക് അനുസരിക്കേണ്ടത്. അതായത് ഹൈ ഇംപെഡൻസ്, വളരെ ഉയർന്ന ഇംപെഡൻസ് ആയിരിക്കും റെസണൻറ്റ് ഫ്രീക്വൻസിക്ക്. ആ ഇംപെഡൻസിൽ വളരെ രീതിയിൽ മാറ്റമുണ്ടാവും എപ്പോൾ റെസണൻറ്റ് അല്ലാത്ത സമയത്ത്. വെരി സ്മോൾ ഇംപെഡൻസ് അറ്റ് ഓൾ അതർ ഫ്രീക്വൻസിക്ക്. റെസണൻറ്റ് അല്ലാത്ത ഫ്രീക്വൻസിക്കെല്ലാം വളരെ കുറഞ്ഞ ഇംപെഡൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഹൈ ഇംപെഡൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റെസണൻറ്റ് ഫ്രീക്വൻസിക്ക് ഉണ്ടാവുന്നത്. അതിൻ്റെ ബയാസിങ് എന്ന് പറയുന്നത്, ബയാസിങ് റെസിസ്റ്റർ, അത് ബേസിൽ കൊടുത്ത ആ ബയാസിങ് റെസിസ്റ്റർ പുൾസ് ദ ബേസ് ഓഫ് Q1 ഡൗൺവേർഡ്സ് Q പോയിന്റ്, അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ മാറ്റപ്പെടുന്നു സംവേ ബിലോ ദി കട്ട് ഓഫ് പോയിന്റ്. അതായത് കട്ട് ഓഫ് പോയിന്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് പോയിന്റിനെ മാറ്റുന്നു സ്ലൈറ്റ്ലി ബിലോ ദി കട്ട് ഓഫ്. അതായത് കട്ട് ഓഫിൽ നിന്നും ചേഞ്ച് ചെയ്യപ്പെടുന്നു ഡൗൺവേർഡ് ദി Q പോയിന്റ് മാറ്റം വരുത്തും. ഏത്, ഈ ബേസിലുണ്ടാകുന്ന റെസിസ്റ്റർ, ഈ ഭാഗം. ആസ് എ റിസൾട്ട്
ട്രാൻസിസ്റ്റർ വിൽ സ്റ്റാർട്ട് കണ്ടക്ടിങ് ഓൺലി ആഫ്റ്റർ ദ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ മുഴുവനായിട്ടും എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കണ്ടക്ഷൻ ആരംഭിക്കുന്നത്. അതായത് ബേസ് എമിറ്റർ വോൾട്ടേജും പിന്നെ ഈ നെഗറ്റീവ് വോൾട്ടേജും മറികടന്നൊരു ഇൻപുട്ട് സിഗ്നൽ കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബയാസിങ് ആരംഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് സിഗ്നലിലെ മേജർ പോർഷനും എന്ത് ചെയ്യും, കട്ടായി പോകും. ഹെൻസ് ദ മേജർ പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ആബ്സെൻറ്റ്. ഔട്ട്പുട്ട് സിഗ്നലിലെ നല്ലൊരു ഭാഗം തന്നെ കട്ടായി പോയിട്ടുണ്ടാവും. ഏതിൽ? ക്ലാസ് സി ആംപ്ലിഫയർ അല്ലെങ്കിൽ ട്യൂൺഡ് ആംപ്ലിഫയേഴ്സിലെല്ലാം ഔട്ട്പുട്ടിലൊരു ഭാഗം ഉയർന്ന രീതിയിലേക്കും കട്ടായി, നേരത്തെ കണ്ട പോലെ തന്നെ നല്ലൊരു ഭാഗം തന്നെ എന്തായിരിക്കും, കട്ടായി പോയിട്ടുണ്ടാവും. ഈ ഭാഗം തന്നെ ഔട്ട്പുട്ടിലെ ഈ ഭാഗം കുറച്ച് ഭാഗങ്ങൾ കിട്ടുന്നുള്ളൂ. ഇൻപുട്ടിൻ്റെ മുഴുവൻ കിട്ടുന്നില്ല, കുറച്ച് ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഔട്ട്പുട്ടിൽ കിട്ടുന്നുള്ളൂ. എ കപ്ലിംഗ് ട്രാൻസ്ഫോർമർ ഈസ് യൂസ്ഡ് ട്രാൻസ്ഫറിങ് ദ പവർ ടു ദി ലോഡ്. ഒരു കപ്ലിംഗ് ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതായത് ലോഡിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളൊരു നേരിട്ട് കൊടുക്കുന്നില്ല, ഒരു കപ്ലിംഗ് ട്രാൻസ്ഫോർമറൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിലുണ്ടാകുന്ന സിഗ്നൽസ് has same frequency as the resonant frequency of the LC circuit. The large amplification will result due to high impedance. High impedance നടക്കുന്നത് മൂലം എപ്പോഴാണ് ഹൈ ഇംപെഡൻസ് കിട്ടുന്നത്? ഹൈ ഇംപെഡൻസ് കൊണ്ട് തന്നെ ഇൻപുട്ടിലേക്ക് കിട്ടുന്ന റെസണൻറ്റ് ഇൻപുട്ട് സിഗ്നലിലുള്ള ഫ്രീക്വൻസി റെസണൻറ്റ് ഫ്രീക്വൻസിക്ക്, എൽ സി സർക്യൂട്ടിൻ്റെ റെസണൻറ്റ് ഫ്രീക്വൻസിക്ക് തുല്യമായിട്ട് വരുമ്പോൾ ഉയർന്ന ആംപ്ലിഫിക്കേഷൻ സാധ്യമായി വരും. അല്ലാത്ത സമയത്ത് ആംപ്ലിഫിക്കേഷൻ വളരെ കുറഞ്ഞായിരിക്കും എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അതുപോലെ തന്നെ when the signal of many frequencies are present in the input tuned amplifier ഇൻപുട്ടിൽ മറ്റ് കൂടുതൽ സിഗ്നൽസുകൾ എത്തുന്ന സമയത്ത് ഇതിൽ വേണ്ടത് മാത്രം സെലക്ട് ചെയ്യപ്പെടുന്നു, ബാക്കിയുള്ളതിനെ റിജക്റ്റ് ചെയ്യുന്നു. ഈ എൽ സി സർക്യൂട്ട്, പാരലൽ എൽ സി സർക്യൂട്ട് ഡിസൈഡ് ഫ്രീക്വൻസിയെ മാത്രം സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരു സെലക്ഷൻ കൂടി ഈ ട്യൂൺഡ് സർക്യൂട്ടിന് ഉണ്ടാവുന്നു. ബാക്കി അൺഡിസൈഡ് ഭാഗം, ബാക്കി വേണ്ടാത്തതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ട്യൂൺ ചെയ്ത് വേണ്ടത് മാത്രം എടുക്കുന്നതിനെ ട്യൂൺഡ് ആംപ്ലിഫയറിലേക്കും ഉപയോഗിക്കുന്നത്. സച്ച് ട്യൂൺഡ് ആംപ്ലിഫയർ വെരി യൂസ്ഫുൾ ഇൻ റേഡിയോ റിസീവേഴ്സ്. റേഡിയോ റിസീവറിൽ മറ്റും എന്താണ് വളരെ ഉപയോഗപ്രദമായിട്ടാണ് ഈ ട്യൂൺഡ് ആംപ്ലിഫയർ നമുക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ക്ലാസ് സി ആംപ്ലിഫയറുടെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെ നോക്കാം. ഈ ക്ലാസ് സി ആംപ്ലിഫയറുടെ അഡ്വാൻറ്റേജിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജിന് പവർ ലോസ് വളരെ കുറവാണ്. കാരണം ഇവിടെ ആർ സി എന്ന റെസിസ്റ്ററില ട്യൂൺഡ് സർക്യൂട്ട്സാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പവർ ലോസ് വളരെ കുറവാണ്. സെലക്ടിവിറ്റി കൂടുതലാണ്, കാരണം ഫ്രീക്വൻസി സെലക്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് സെലക്ടിവിറ്റി കൂടുതലായിരിക്കും. സപ്ലൈ വോൾട്ടേജ്, സ്മോളർ കളക്ടർ സപ്ലൈ വോൾട്ടേജ് വളരെ കുറവായിരിക്കും. ഇനി ഡിസ്അഡ്വാൻറ്റേജ്, ഈ തരത്തിലുള്ള ആംപ്ലിഫയേഴ്സ്, ക്ലാസ് സി ആംപ്ലിഫയേഴ്സുകളും ഒരിക്കലും ഒരു ഓഡിയോ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. പിന്നെ വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്, അതിൽ ഐഡിയൽ ഇൻഡക്ടർ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അത് കിട്ടാൻ വളരെ വിഷമമായിരിക്കും. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ഐഡിയൽ ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്ലിംഗ് ട്രാൻസ്ഫോമറുകളും ഐഡിയൽ ഇൻഡക്ടേഴ്സുകളും ഇപ്പോൾ അവൈലബിൾ ആവാൻ ഡിഫിക്കൽട്ടാവും. പിന്നെ ആർ എഫ് ഇൻ്റർഫറൻസ് കൂടുതൽ ആവാനും ചാൻസുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജ്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്ലാസ് സി ആംപ്ലിഫയർ അല്ലെങ്കിൽ ക്ലാസ് ടി ട്യൂൺഡ് ആംപ്ലിഫയേഴ്സിൻ്റെ അപ്ലിക്കേഷൻസുകൾ സാധാരണ ഇതൊരു ആർ എഫ് ആംപ്ലിഫയേഴ്സിലാണ്, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ട്രാൻസ്മിറ്റേഴ്സുകൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാ ട്രാൻസ്മിറ്ററുകൾ ഉപയോഗിക്കുന്നത് എഫ് എം ട്രാൻസ്മിറ്റേഴ്സിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഹൈ ഫ്രീക്വൻസി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ബൂസ്റ്റർ ആംപ്ലിഫയറുകളെല്ലാം ഉപയോഗിക്കാറുണ്ട്. എവിടെ ട്യൂൺഡ് സർക്യൂട്ട്സിൽ ട്യൂൺഡ് ആംപ്ലിഫയേഴ്സുകൾ എവിടെയാണോ അവിടെ അധികവും ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ അഥവാ ക്ലാസ് സി മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും അപ്ലിക്കേറ്റ് ചെയ്യുന്നത്.
ഇതോടുകൂടി നമുക്ക് ഈ ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെ വീഡിയോ കഴിഞ്ഞു. നമ്മൾ ഇന്ന് പഠിച്ച ആംപ്ലിഫയറിൽ എന്താണ് ക്ലാസ് സി ആംപ്ലിഫയർ എന്നും ക്ലാസ് സിയുടെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഔട്ട്പുട്ട് വേവ് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും, ഒരു ട്യൂൺഡ് ആംപ്ലിഫയർ എന്താണെന്നും അതിൻ്റെ എങ്ങനെയായിരിക്കും ഒരു ട്യൂൺഡ് ആംപ്ലിഫയർ വർക്ക് ചെയ്യുക എന്നുള്ളൂ, ക്ലാസ് സിയുടെ അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജും എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നും പഠിച്ചു. താങ്ക് യു. ഈ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ആംപ്ലിഫയേഴ്സിൻ്റെ എല്ലാം ഒരു ഫീഡ്ബാക്കിനെ കുറിച്ച് പഠിക്കാം.